വിഷ്ണു, കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു യുവജനങ്ങളുടെ ആ ഒരു ഏജ് കാറ്റഗറിയിൽ നിൽക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ സന്തോഷം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ്. അതായത് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി സെക്രട്ടറി ആയിരിക്കുന്ന ഒരു കോളേജ് ഉണ്ട് കൊണ്ടോട്ടിയിൽ. ആ കോളേജ് നമ്മുടെ പി കെ ബഷീർ മിനിസ്റ്റർ സെക്രട്ടറി ആയും അതുപോലെ തന്നെ പാലക്കാട് ബഷീർ അലി തങ്ങൾ പ്രസിഡന്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു കോളേജിൽ ഡൊണേഷൻ വാങ്ങി, അഡ്മിഷന് വേണ്ടിയിട്ട് ഡൊണേഷൻ വാങ്ങി എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നു. അവിടെ യൂത്ത് ലീഗ് വലിയ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരാൻ തയ്യാറാവുകയാണ്. അപ്പോൾ സ്വന്തം പാർട്ടി അല്ലെങ്കിൽ സ്വന്തം പോഷക സംഘടന ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമാണെങ്കിൽ പോലും പ്രതിഷേധവുമായി മുന്നോട്ട് വരാൻ തയ്യാറാകുന്ന യുവാക്കൾ എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിനൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും, അല്ലേ? അതെ, നമ്മളിപ്പോ രാജ്യത്ത് മുഴുവൻ നോക്കുകയാണെങ്കിൽ യുവജന സംഘടന, യുവജനമാണിപ്പോ കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിലായാലും, ഇപ്പോൾ കേസുവിൻ്റെ കാര്യത്തിലായാലും അലോഷ്യസ് സേവ്യർ വി ഡി സതീശനുമായിട്ടുള്ള പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ യുവത്വം പ്രതികരിച്ചു തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയാണ്. ഒരു അന്തം എന്നൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല, അന്തം എന്നൊരു ഇതില്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയുന്നു. അതും മുസ്ലിം ലീഗിൻ്റെ പ്രഥമ ചുമതലയുള്ള കോളേജാണ്. അവിടെയാണ് യൂത്ത് ലീഗ് അവിടെ പ്രതികരിച്ചു തുടങ്ങുന്നത്. ഇതൊരു മാറ്റത്തിന്റെ ഒരു കാറ്റാണെന്ന് തന്നെ പറയാം. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് മാറ്റത്തിന്റെ കാറ്റെന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ പണ്ട് മുതലേ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, ഇവരുടെയൊക്കെ പ്രഥമ ഉദ്ദേശം എന്തായിരുന്നു? വിദ്യാർത്ഥികൾക്ക് നല്ലത് വരിക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുക, അവർക്കുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കുക. യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ കേരളം എവിടെയോ കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഇത് മറന്നുപോയിരിക്കുന്നു. ഉറപ്പായിട്ടും കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ലഭിച്ചില്ലയോ അവിടെ പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഇടത് സംഘടനകളെ നമ്മൾ കണ്ടിരുന്നു. അപ്പോഴും യൂത്ത് കോൺഗ്രസും KSUവും ഈ പറഞ്ഞ യൂത്ത് ലീഗും MSFും ഒക്കെ തെരുവുകളിൽ തന്നെ ഉണ്ടായിരുന്നു, പല കാര്യങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ട്. ഇപ്പം കഴിഞ്ഞ 10 വർഷങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ SFIയോ അല്ലെങ്കിൽ ഈ മറ്റ് വിദ്യാർത്ഥി സംഘടനകളോ പ്രതികരിക്കേണ്ടിയിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് PM ശ്രീ പോലുള്ള പദ്ധതികളായിരുന്നു. PM ശ്രീ പോലുള്ള പദ്ധതികൾ മറ്റേ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു, ഇതെന്താ ഒരു ഏകാധിപത്യ രാജ്യമാണോ എന്ന് തോന്നുന്നത് പോലുള്ള തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറായിട്ടില്ല. അവിടെ നിന്നാണ് യൂത്ത് ലീഗ് വ്യത്യസ്തരാകുന്നത്. യൂത്ത് ലീഗ് പറഞ്ഞു, മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഡൊണേഷൻ വാങ്ങി അഡ്മിഷൻ നടത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. നമ്മൾ കണ്ട വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗതികെട്ട് അവസാനം പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ്. പക്ഷെ ഗതികെട്ടിട്ടാണെങ്കിൽ പോലും ഒരു പ്രതിഷേധത്തിന് ഇറങ്ങി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു പോകുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടുകളാണ്. മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും രാഷ്ട്രീയ കേരളം ഓർക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് തുടങ്ങേണ്ടത് ഈ പറഞ്ഞ കഴിഞ്ഞ 10 വർഷം കയ്യിൽ ഭരണമില്ലായിരുന്നിട്ട് പോലും UDFനൊപ്പം ചേർന്ന് നിന്ന മുസ്ലിം ലീഗിനെയാണ്. അവിടെയാണ് അത് ആരംഭിക്കുന്നത്. വേണമെങ്കിൽ LDFനൊപ്പം പോകാൻ ഒരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വന്ന് റാഞ്ചിക്കൊണ്ട് പോകാനുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സെലക്ട് ചെയ്യാതെ UDFനൊപ്പം നിന്നുകൊണ്ട് പല തീരുമാനങ്ങൾ എടുക്കുന്നു, നിലപാടറിയിക്കുന്നു. പക്ഷെ അവിടെയും അടിമകളായി നിൽക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുന്നില്ല. ഇപ്പോ PM ശ്രീയുമായി PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതരാകുന്ന ഒരു സർക്കാരിനെ പോലും വിമർശിക്കുന്ന മുസ്ലിം ലീഗിനെ കണ്ടു. എന്നിട്ട് പോലും മുന്നണിയുടെ മീറ്റിങ്ങുകളിൽ വിമർശനങ്ങൾ ഉണ്ടായി. ഇങ്ങനെ വലിയ നിലപാടൊക്കെ എടുക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ ഏറ്റവും അടുത്തായി വഖഫ് വിഷയത്തിൽ പോലും വലിയ നിലപാട് അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് ഒറ്റ 2 മുറി എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇത് കണ്ട് വളർന്ന യൂത്ത് ലീഗ് ഇതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തരാകാൻ പോകുന്നത്? ഒരു നെറികേട് കണ്ടാൽ, ഒരു അനീതി കണ്ടാൽ പ്രതികരിക്കാൻ തയ്യാറാകുന്ന ഒരു യുവത്വം, അത് ആ പാർട്ടി വളർത്തിയെടുത്ത കുട്ടികൾ എന്ന നിലയിൽ അവർക്കും അതിൽ അഭിമാനമുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ PK ബഷീർ ആണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളാണെങ്കിലും അവർക്ക് പോലും അഭിമാനം തോന്നുന്നുണ്ടാകാം. നമ്മുടെ കുട്ടികൾ പ്രതിഷേധിക്കാൻ പ്രതിഷേധിക്കാൻ കഴിവുള്ള ആണല്ലോ എന്നുള്ളൊരു ആത്മാഭിമാനം അവർക്ക് തോന്നുന്നുണ്ടാകാം. പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് തികച്ചും അരാഷ്ട്രീയത എന്ന് തന്നെ പറയാം. നമ്മളിവിടെ അരാഷ്ട്രീയത എന്ന് പറയുന്നത്, ഇവിടെ ഇവനിപ്പോൾ കക്ഷി രാഷ്ട്രീയമില്ലെങ്കിൽ അവൻ അരാഷ്ട്രീയവാദിയാണ് എന്നുള്ളൊരു പറഞ്ഞു വെക്കലാണ് പ്രധാനമായും പറയുന്നത്. ശരിക്കും അരാഷ്ട്രീയത എന്താണ്? ഒരു പാർട്ടിയിലുണ്ടെങ്കിൽ തന്നെയും ആ പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുന്നില്ലെങ്കിൽ അവൻ അരാഷ്ട്രീയവാദിയാണ്, അവൻ അവിടെ അന്ധമാവുകയാണ്. ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു നിലപാടുണ്ടെങ്കിൽ ഞാൻ
നിലപാടുണ്ടെങ്കിൽ ഞാനത് പറയും. അതെന്റെ രാഷ്ട്രീയം, അതാണ് രാഷ്ട്രീയം. അല്ലാതെ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയം. എനിക്ക് ഏതൊരു കാര്യത്തിലും നിലപാടുണ്ടായിരിക്കണം. അത് PM ശ്രീയിലായാലും ഉണ്ടായിരിക്കണം, ഇപ്പോൾ CJPയുടെ പ്രതിഷേധമായാലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഏതൊരു വിഷയത്തിലും എനിക്കൊരു നിലപാടുണ്ടായിരിക്കണം. ഇപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു, അതിലെനിക്കൊരു നിലപാടുണ്ടായിരിക്കണം. ഏതൊരു വിഷയത്തിലും നിലപാടുണ്ടാകുക എന്നതാണ് രാഷ്ട്രീയം. പക്ഷെ ഇവിടെ ഇവർ പ്രധാനമായി ഉന്നയിക്കുന്നത് കക്ഷി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ രാഷ്ട്രീയക്കാരനാവൂ എന്നുള്ളതാണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെയും നേതാക്കളുടെ തെറ്റോ അല്ലെങ്കിൽ ഒരു അഴിമതിയോ ചൂണ്ടിക്കാട്ടാൻ ഇവർ മടിക്കുന്നുവെങ്കിൽ അവരും അരാഷ്ട്രീയവാദികൾ തന്നെയാണെന്ന് പറയാം. അതെ, ഈ അന്തം കമ്മി എന്നുള്ള വാക്കുണ്ടായത് തന്നെ അങ്ങനെയാണ്. ഒരു വിഷയം ഉണ്ടാകുന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട്, എന്ത് വിഷയമോ ആയിക്കോട്ടെ, എൻ്റെ കുടുംബത്തെയോ എന്നെയോ എൻ്റെ ഭാവിയോ എങ്ങനെയോ ബാധിക്കുന്ന വിഷയവും ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ പാർട്ടി എടുത്ത തീരുമാനമായതുകൊണ്ട് അത് ശരിയാണ് എന്നുള്ള നിലപാടിൽ നിൽക്കുന്ന യുവാക്കളെ നമ്മൾ കാണുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഇടതുപക്ഷത്തെ യുവ നേതാക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ഒരു പാർട്ടി ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് എല്ലാ കാലത്തും നമുക്ക് എല്ലാവരോടും യോജിക്കാൻ കഴിയില്ല, അതൊരു വസ്തുതയാണ്. അപ്പോൾ യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് അവരിതിന് കണ്ടീഷൻഡ് ആണോ, അതായത് അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് ശരി, അതിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ള നിലപാടിലാണ് ഇവർ വളർന്നു വരുന്നത്. ഇപ്പൊ ബാലസംഘം മുതൽ ഇവർ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ വളർന്നു വരുന്ന ചിന്ത എന്ന് പറയുന്ന ഇതാണ്. അതുപോലെയാണ് ഈ ക്യാപ്സ്യൂളുകളുടെ കാര്യം പറയുന്നത്. നമ്മൾ വിചാരിക്കും ഈ ക്യാപ്സ്യൂളുകളെല്ലാം ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരിലേക്കും വിതരണം ചെയ്യുന്നു, ഇതിവർ വിഴുങ്ങുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. ഈ പറഞ്ഞ ഓരോ അന്തം കമ്മി എന്ന് നമ്മൾ പറയേണ്ടി വരുന്ന ഓരോ വ്യക്തിക്കും ഈ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാനുള്ള പ്രാപ്തിയുണ്ട്. അപ്പൊ ഇവരെല്ലാം എനിക്ക് തോന്നുന്നു ഒരേ ദിശയിലേക്ക് ചിന്തിച്ചു പോകുന്ന ആൾക്കാരാണ്. പ്രധാനമായിട്ടും വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ദേശാഭിമാനി വായിക്കുന്നതുകൊണ്ട് കൂടെ അത് ഈ ദേശാഭിമാനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ മെമ്പർഷിപ്പ് എടുക്കണം, 1 വർഷത്തേക്ക് മെമ്പർഷിപ്പ് എടുക്കുക. അത് നമുക്ക് ഇടയ്ക്ക് പിന്മാറാനോ ഒന്നും പറ്റില്ല. അത് ആ 1 വർഷത്തേക്ക് അങ്ങ് വരും, അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് അവർ മെമ്പർഷിപ്പ് എടുക്കുക, അവർക്കത് വായിച്ചേ പറ്റൂ. ഇപ്പം ഞാൻ തന്നെ പല പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ തന്നെ ഇപ്പം ശബരിമലയിലെ തിക്കിലും തിരക്കിലും ഇടയിൽപ്പെട്ട് 1-2 പേര് മരിച്ചു എന്നുള്ള, അല്ലെങ്കിൽ കുഴഞ്ഞു വീണു വയ്യാണ്ടായി എന്നുള്ള വാർത്തകൾ അന്ന് എല്ലാ പത്രങ്ങളിലും മെയിൻ ലീഡായിട്ട് വരുമ്പോൾ ദേശാഭിമാനി കാണിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. അവിടെ ആ വിഷയമേ അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ സർക്കാരിനനുസരിച്ച് ഇവരെന്ത് വായിക്കണമെന്ന് ഇവർ തന്നെ നിലപാട് വരുത്തുന്നു എന്നുള്ള, അല്ലെങ്കിൽ പ്രധാന വാർത്തകളും ഒന്നും ഇവർ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ പാർട്ടി പത്രം എന്ന് പറയുന്നത്. ഒരു വിഷയത്തെ നമുക്ക് കാണാൻ കഴിയാത്ത പെർസ്പെക്റ്റീവിൽ നിന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും ദേശാഭിമാനി വായിച്ചിരിക്കണം. അതാണ് എന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതൊരു നിലപാട് നമ്മൾ അതാണ് ഇവർ. അതുകൊണ്ട് തന്നെ അത് വായിച്ച് ശീലിച്ച് വന്നവർക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല, എൻ്റെ പാർട്ടിയാണ് എല്ലാം, ഞാൻ വിശ്വസിക്കുന്നതാണ് എല്ലാം, അങ്ങനെ ഒരു ചിന്ത വരാണ്. ഇപ്പൊ ഇത് ഞാനിവിടെ ഒരു മൊബൈൽ ഇരിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്താലും ഇല്ല എൻ്റെ പത്രം പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളൊരു അതൊരു ഇത് കാണിക്കുന്നുണ്ട്. കാരണം നേരിൽ കാര്യങ്ങൾ ഫാക്റ്റായിട്ട് കണ്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതവരുടെ തലച്ചോറിൽ ഉപബോധ മനസ്സിൽ തന്നെ അടിച്ചമർത്തി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ യുവജന സംഘടനകൾ, ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടനകളുടെ പ്രതികരണ ശേഷി എപ്പോൾ എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇന്റർനാഷണൽ അഫയേഴ്സിലാണെങ്കിൽ പോലും യുദ്ധം നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പോലും ഒരു ഗാസയിൽ ഒരു വിഷയം ഉണ്ടാകുന്നു, ഒരു സംഘർഷം ഉണ്ടാകുന്നു, ഇറാനും അമേരിക്കയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോലും തയ്യാറാകുന്ന ഇടത് യുവജന സംഘടനകൾ എന്തുകൊണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി സംബന്ധിച്ച വിഷയത്തിൽ മിണ്ടാൻ തയ്യാറാകുന്നില്ല? ഞാൻ ഈ പറയുന്നത് CJP വിഷയത്തിലല്ല, PM ശ്രീ വിഷയത്തിലാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. അതും ഒരു ചർച്ചകളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ തയ്യാറായിട്ട് പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. നമ്മൾ അന്ന് മുതൽ ഏകദേശം 1 വർഷം മുതൽ ഇങ്ങോട്ട് അത് എല്ലാ ദിവസവും അതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ അത് അത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടാണ്. എന്തുകൊണ്ട് അവിടെ പ്രതികരണം ഉണ്ടായില്ല? ഇപ്പോഴും
എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ വി ഡി സതീശൻ സർക്കാർ ഒരു മോശം പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ ഒരു മോശം തീരുമാനം എടുത്തു എന്ന് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് യൂത്ത് കോൺഗ്രസും KSUവും ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് ഉൾപ്പെടെ തെരുവുകളിൽ ഇറങ്ങും. എന്തിനിത് ചെയ്തു, എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കും. അത് തന്നെയാണ് ഈ മുതിർന്ന നേതാക്കൾ അവർക്ക് കാണിച്ചു കൊടുത്ത വഴി. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലും മുസ്ലിം ലീഗിന് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് നേരിട്ടും അല്ലാതെയും ഒക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും നിലപാടുണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷെ അതാണ് ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവായതിന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിന് അടിത്തട്ടിൽ നിന്ന് വരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ വിമർശനമൊന്നും മുകളിലേക്ക് തട്ടിലേക്ക് വരുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. പ്രധാനമായും ഒരു പരാജയത്തിന് കാരണമെന്ന് പറയുന്നത് MV ഗോവിന്ദനും പിണറായി വിജയനുമാണെന്നുള്ളതാണ്. അത് അടിത്തട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള കമ്മിറ്റിയിൽ നിന്ന് വരുന്ന വിമർശനമാണ്. പക്ഷെ അത് മുകളിലേക്ക് എത്തുമ്പോൾ ആ വിമർശനം കാണുന്നില്ല, അത് മായ്ച്ചു കളയുകയാണ്. അവിടെ വരുമ്പോൾ മറ്റ് അയ്യപ്പ സംഗമവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ അയ്യപ്പ സംഗമമൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊക്കെ സമ്മതിച്ചല്ലോ, അത് മതി. അതെ. അപ്പോൾ എന്തായാലും യുവജന സംഘടനകളിൽ നിന്ന് യുവാക്കൾ അതുപോലെ തന്നെ കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് പ്രതികരിക്കാൻ തയ്യാറാകുന്നവർ ആയിരിക്കുക എന്നുള്ളതാണ്. അത് സ്വന്തം പാർട്ടി ചെയ്യുന്ന എന്ത് നെറികേടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ടല്ല. നമ്മുടെ സ്വന്തം എത്തിക്സിനെതിരെ ആരെന്ത് ചെയ്താലും അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണം.